അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ച മലയാളി നഴ്സായ രഞ്ജിതയെ അധിക്ഷേപിച്ച് സമൂഹ മാധ്യമങ്ങളിൽ കമന്റിട്ട റവന്യൂ ഉദ്യോഗസ്ഥനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കാസർഗോഡ് വെള്ളരിക്കുണ്ട് താലൂക്കിലെ ജൂനിയർ സൂപ്രണ്ട് എ പവിത്രനെയാണ് ഹോസ്ദുർഗ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇയാളെ സസ്പെൻഡ് ചെയ്തതായി രാവിലെ റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചിരുന്നു. ഹീനമായ നടപടിയാണ് ഡെപ്യൂട്ടി തഹസിൽദാറുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും അദ്ദേഹത്തിന്റെ കമന്റ് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തര നടപടി സ്വീകരിച്ചതെന്നുമാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയുടെ അനുശോചന പോസ്റ്റിന് താഴെയാണ് പവി ആനന്ദാശ്രമം എന്ന പ്രൊഫൈലിൽ നിന്നും ഇയാൾ അധിക്ഷേപ കമന്റുകൾ പങ്കിട്ടത്. തൊഴിൽപരമായും ജാതീയമായും അധിക്ഷേപിച്ചിട്ടുള്ളതായിരുന്നു കമന്റ്. കേരളത്തിലെ സർക്കാർ ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് വിദേശത്തേക്ക് പോയതുകൊണ്ടാണ് രഞ്ജിത അപകടത്തിൽ മരിച്ചത് എന്നാണ് ഇയാൾ അധിക്ഷേപിച്ചത്. രഞ്ജിതയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ച് എഴുതിയ മറ്റൊരു പോസ്റ്റിന് താഴെ ഇനിയും കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ എന്നും ഇയാൾ കമന്റ് ചെയ്യുകയുണ്ടായി. ഇയാളുടെ കമന്റുകൾക്കെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഫേസ്ബുക്കിൽ ഉയർന്നത്. സത്യം പറഞ്ഞാൽ പവിത്രനെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത്. മുൻപും ഇത്തരത്തിലൊരു സസ്പെൻഷൻ പവിത്രൻ നേരിട്ടിരുന്നു. കാഞ്ഞങ്ങാട് MLA-യും മുൻ മന്ത്രിയുമായ ഇ ചന്ദ്രശേഖരനെതിരെ ഫേസ്ബുക്കിൽ അപകീർത്തിപരമായ പോസ്റ്റിട്ടതിന് പിന്നാലെ ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ ഡെപ്യൂട്ടി തഹസിൽദാരെ ജില്ലാ കളക്ടർ മിന്നൽ വേഗത്തിൽ സസ്പെൻഡ് ചെയ്തത് കഴിഞ്ഞ വർഷമാണ്. സെപ്റ്റംബർ 12-നാണ് ഇ ചന്ദ്രശേഖരൻ MLA-യെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത്. ഇതു സംബന്ധിച്ച് ചന്ദ്രശേഖരൻ കളക്ടർക്ക് പരാതി നൽകിയ ഉടൻ തന്നെ പോസ്റ്റ് പിൻവലിച്ച പവിത്രൻ തെറ്റ് സംഭവിച്ചു എന്ന് ഏറ്റുപറഞ്ഞ് വിശദീകരണവും നൽകിയിരുന്നു. എന്നാൽ ഇതിനു മുൻപ് പലതവണ വ്യക്തികളെ അധിക്ഷേപിക്കുന്ന രീതിയിൽ പവിത്രൻ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടിരുന്നുവെന്നും അന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടും വീണ്ടും ഇത്തരത്തിലുള്ള പോസ്റ്റ് ഇട്ടത് അച്ചടക്ക ലംഘനവും റവന്യൂ വകുപ്പിന്റെ യശസ്സിന് കളങ്കമുണ്ടാക്കുന്നതാണെന്നും കളക്ടറുടെ സസ്പെൻഷൻ ഉത്തരവിൽ വിശദീകരിച്ചിരുന്നു. ആ വ്യക്തി തന്നെയാണ് വീണ്ടും അധിക്ഷേപവുമായി രംഗത്ത് വരുന്നത്. അതും വിമാന ദുരന്തത്തിൽ മരിച്ച മലയാളിയെ ആക്ഷേപിക്കുന്ന തരത്തിൽ. ചന്ദ്രശേഖരനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തികരമായ പോസ്റ്റ് ഇട്ടതിന്റെ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ് 1 മാസം മുൻപാണ് പവിത്രൻ ജോലിയിൽ തിരികെ പ്രവേശിച്ചത്. പിന്നാലെയാണ് മറ്റൊരു അധിക്ഷേപ പോസ്റ്റും പങ്കുവച്ചത്. യഥാർത്ഥത്തിൽ ഒരാൾ ഇത്രയും വലിയ അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞിട്ടും അതിനെതിരെ ഇത്തരത്തിൽ പ്രതികരിക്കാൻ പവിത്രനെ സജ്ജമാക്കിയത് നമ്മുടെ നാട്ടിലെ നിയമം തന്നെയാണ്. ഒരു മുൻ മന്ത്രിയെ അധിക്ഷേപിച്ചിട്ടും ഒരു വ്യക്തിക്ക് ഇങ്ങനെ ചങ്കൂറ്റത്തോടു കൂടി നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ആദ്യം കുറ്റം ചെയ്ത സമയത്ത് അയാൾക്ക് ലഭിച്ച കരുതൽ കൊണ്ട് മാത്രമാണ്. സസ്പെൻഷന് ഒരു ശിക്ഷയായി തോന്നുന്നത് കൊണ്ട് മാത്രമാണ്. ഈ സസ്പെൻഷൻ കഴിഞ്ഞ് പിന്നെയും ജോലിക്കിറങ്ങുന്ന ആൾ ഉറപ്പായിട്ടും ഇതിനേക്കാൾ വലിയൊരു ക്രൈം ചെയ്തിരിക്കും.